അങ്ങനെ ഞങ്ങൾ കാത്തിരുന്ന ദിവസം എത്തിയിട്ടോ, അതായത് നമ്മുടെ തൃത്താല ഫെസ്റ്റ്. അപ്പോൾ ഞങ്ങളുടെ ഇവിടുത്തെ ടീമുകാർ ഇറക്കിയിരുന്നത് ലിബർട്ടി ഉണ്ണിക്കുട്ടനാണ് ആ നിൽക്കണ ആന. അപ്പോൾ പിന്നെ ഞാനും കുട്ടികളൊക്കെ കൂടിയിട്ട് നേർച്ച കാണാൻ പോയിട്ടോ. അപ്പോൾ പിന്നെ വെയിലറിയതിന് ശേഷമാട്ടോ സെറ്റൊക്കെ ഇറങ്ങണത്. അപ്പോൾ ഒരു 5:30-6 മണിയോട് കൂടിയിട്ടാണ് ഓരോ സെറ്റുകളും വരുന്നത്. അപ്പോൾ ആനകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഓരോ ടീമിൻ്റെയും വെറൈറ്റി തരം കോസ്റ്റ്യൂമുകളാട്ടോ അവരൊക്കെ ഇട്ടുള്ളത്. അതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ പിന്നെ ഓരോ സെറ്റുകളൊക്കെ ഇങ്ങനെ വന്നിട്ട് ഇരിക്കുകയാണ്. പിന്നെ ഇവിടുന്ന് തിരിച്ചു പോവുകയാണ് കേട്ടോ തൃത്താല സെൻട്രലിലേക്ക്. അവിടെ പോയാലാണ് ഈ എല്ലാ ആനകളും സെറ്റ് ടീമുകാരൊക്കെ കൂടിയിട്ട് ഒരുമിച്ച് നിന്നിട്ടുള്ള ഒരു അവസാനത്തെ ഒരു കൊട്ടുണ്ട്. അതാണ് എല്ലാവരും കാത്തിരിക്കണത്. അപ്പോൾ പിന്നെ അവരൊക്കെ തിരിച്ചു പോക്ക് തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങളും അങ്ങോട്ട് പോയിട്ടോ. അപ്പോൾ പിന്നെ വണ്ടിയൊക്കെ ഒന്നും കിട്ടില്ല, ബ്ലോക്ക് തന്നെയാണ് ഉണ്ടാവുക. വണ്ടികളൊന്നും ഓടില്ല കേട്ടോ ഈ ആനകളൊക്കെ പോണ സമയത്ത്. അപ്പോൾ ഞങ്ങൾ നടന്നിട്ട് തന്നെയാണ് അങ്ങോട്ട് പോയത്. അവിടെ എത്തുമ്പോഴത്തേനും ഇങ്ങനെ ഇടയിൽ ഇങ്ങനെ നമുക്ക് ആനയുടെ ഒക്കെ ഇടയിൽ കൂടെ ഒക്കെ ഇങ്ങനെ ആനങ്ങ കുറച്ച് നിൽക്കുമ്പോൾ ആനയുടെ പേടിയുണ്ട്, എന്നാലും അതിൻ്റെ അടുത്ത് കൂടെ ഒക്കെ ഞങ്ങളിങ്ങനെ പോയി. അങ്ങനെ ഞങ്ങൾ തൃത്താല എത്തിയിട്ടോ. തൃത്താല എത്തിയപ്പോൾ എൻ്റെ അനിയത്തി വീഡിയോ കോൾ വിളിച്ച്. അപ്പോൾ അവൾക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്ത് ആനകളിനൊക്കെ. പിന്നെ ഇവാനുവിനെ ആനനെ കാണുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം. ഓരോ ഈ ബാൻഡ് സെറ്റിൻ്റെ കൊട്ടിനനുസരിച്ച് അവനിങ്ങനെ ഡാൻസ് കളിച്ചിട്ടും ഇരിക്കുകയാണ്. പിന്നെ 3 ആന ഒന്നിച്ച് വരുന്ന ഒരു ടീം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരൊരു ബാനറൊക്കെ ഇട്ടാണ് വന്നത്. അത് കണ്ടപ്പോൾ പിന്നെ എല്ലാവരും ഭയങ്കര ആർപ്പും വിളിയൊക്കെ ആയിരുന്നു. പിന്നെ അവിടുന്ന് ലാസ്റ്റായിട്ട് എല്ലാവരും നല്ലൊരു കലാശക്കൊട്ടൊക്കെ കൊട്ടി. പിന്നെ ഞങ്ങൾ അവിടുന്ന് എക്സ്പോയിലൊക്കെ പോയി. അതൊക്കെ കണ്ടു. പിന്നെ അവിടുന്ന് കുറേ ഐസ്ക്രീമും അതൊക്കെ കഴിച്ചു. അങ്ങനെ പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങിയിട്ട്. അപ്പോൾ അങ്ങനെ തൃത്താല ഫെസ്റ്റും കഴിഞ്ഞു. കാത്തിരുന്ന ദിവസം കഴിഞ്ഞു കേട്ടോ.